ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ലോക 28 ദിനങ്ങൾ പിന്നിടുകയാണ്. ഈ 28ാം ദിനത്തിലും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടി മുന്നോട്ട് പോകാൻ കഴിയുന്നു. 28 ദിനങ്ങൾ കൊണ്ട് തന്നെ സിനിമ 100 കോടി കടന്നിരിക്കുകയാണ്. സിനിമയുടെ കുറച്ച് അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വരാം. ഇന്നത്തെ കളക്ഷൻ അങ്ങനെ തുടങ്ങിയ അപ്ഡേറ്റുകൾ എന്താണെങ്കിലും ഇന്നത്തെ കളക്ഷൻ ഡീറ്റെയിൽസിലേക്ക് കടന്നു വരാം. അതിനു മുന്നോടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഇതുവരെ സിനിമ 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. രാവിലെ പതിഞ്ഞ താളത്തിലാണ് സിനിമ തുടങ്ങിയെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അത് ഉയരുകയും ഈവനിങ് ആയപ്പോൾ അത് കുതിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. രാവിലെ 10,000, 15,000-നടുത്ത് ടിക്കറ്റുകളാണെങ്കിൽ ഇപ്പോൾ 40,000 ടിക്കറ്റുകൾ കടന്നിരിക്കുകയാണ്. ഇന്നലെ മൊത്തമായി വിറ്റുപോയത് 51,000 ടിക്കറ്റുകളായിരുന്നു. ഇന്ന് ഇതുവരെ 12.5% ഒക്യുപ്പൻസി ആയിട്ട് ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കണക്കുകൾ. ഇതുവരെ 1,129 ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടപ്പോൾ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് 64,79,000 രൂപയോളമാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷൻ തന്നെയാണ്. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ഇന്ന് ഇതുവരെ 7ഓളം ഹൗസ്ഫുൾ ഷോകളും 13ഓളം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളുമൊക്കെയാണ് സിനിമയ്ക്ക് ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. ഇന്നലെ ഇതേ സമയത്ത് ഒരു ഹൗസ്ഫുൾ ഷോയും അതുപോലെ തന്നെ 5 ഓൾമോസ്റ്റ് ഫുൾ ഷോകളുമാണ് പറഞ്ഞിരുന്നത്. ഇവിടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 106.5 കോടിയോളം എത്തിയിരുന്നു ഇന്നലത്തെ കളക്ഷനോടെ. ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 1,10,00,000 രൂപയോളമായിരുന്നു. അങ്ങനെ തുടർച്ചയായി 27 ദിനങ്ങളിലും 1 കോടിക്ക് മുകളിൽ നേടുന്ന ചിത്രമായി ലോക മാറി. ഇതുവരെയുള്ള മലയാള സിനിമകളിൽ ലോകയും തുടരുമാണ് അങ്ങനെയുള്ള കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇന്നുകൂടി നേടിക്കഴിഞ്ഞാൽ ലോക ഏറ്റവും കൂടുതൽ ദിവസം 1 കോടി സ്ഥിരമായി നേടുന്ന സിനിമയായി മാറും എന്നുള്ളത് അതിനേറെക്കുറെ അതിനടുത്ത് തന്നെയാണ് എത്തി നിൽക്കുന്നത്. ഇന്ന് 64,79,000 എന്ന് പറയുമ്പോൾ ഇതിനോടകം തന്നെ ഏകദേശം 85 ലക്ഷം രൂപ ഗ്രോസായി സിനിമയ്ക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും തിയേറ്ററിൽ പോയൊക്കെ ആളുകൾ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് തീർച്ചയായും ഇന്നും 1 കോടി ഉണ്ടാകും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വേൾഡ് വൈഡായിട്ട് ഇന്നത്തോടു കൂടി സിനിമ തീർച്ചയായും 106.5 107 കോടിയിലേക്ക് എത്താൻ പോവുകയും ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 11 കോടിയിലേക്ക് എത്തുകയാണ് സിനിമയ്ക്ക് വേണ്ട കളക്ഷൻ എന്ന് തന്നെ പറയാം, ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടിക്കാനായിട്ടുള്ള. എന്തായാലും തമിഴ്നാട്ടിലെ 26 ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ 22 കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ്. കർണാടകത്തിൽ സിനിമ 13.5 കോടിയിലേക്കും ആന്ധ്രാപ്രദേശ് തെലുങ്കാനയും 13.5 കോടിക്ക് മുകളിലും നേടിയിരിക്കുകയാണ്. നോർത്ത് ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. 7,45,00,000 എത്തിയിരിക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 56 കോടി കടന്നിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു റെക്കോർഡ് കൂടി സിനിമയ്ക്ക് തീർക്കാനുണ്ട്. അത് മഞ്ഞുമൽ ബോയ്സിൻ്റെയാണ്. ഡൊമസ്റ്റിക്കിൽ നിന്ന് 167 കോടി നേടിയ കണക്ക്. അതിപ്പോൾ തന്നെ 3 കോടിയോളം മാത്രമാണ് സിനിമയ്ക്ക് ബാക്കിയുള്ളത്. അത് പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ നമുക്ക് കാണാനും എത്രയാണെന്നുള്ള അറിയാനും കഴിയും. എന്തായാലും മികച്ച രീതിയിൽ തന്നെ സിനിമ ഇന്നും മുന്നോട്ട് പോകുന്നു. ഈ ഒരു വർക്കിംഗ് ഡേയ്സിൽ കൂടെ സിനിമ ഈ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ വലിയ താമസമില്ലാതെ അത് ഇൻഡസ്ട്രി ഹിറ്റിലേക്ക് അടിക്കും. ഈ ഒരു ശനി ഞായർ ദിനങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 3.5-4 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന്. അതിനുശേഷം ലോക 300 കോടി ക്ലബ്ബിൽ കയറുന്നതും നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.